സോ ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ഫോർ ദ സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് വിത്ത് 220 വോൾട്ട് 50 Hz AC source as shown in the figure. The power factor is alpha by 10, the value of alpha. Power factor എന്ന് പറഞ്ഞാൽ cos phi അല്ലേ? What is cos phi? cos phi എന്ന് പറഞ്ഞിരിക്കുന്നത് R/Z ആണ്. ഇവിടെ R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Z-ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? Z is equal to root of R square plus ആരാ വലുത്? XL ആണോ XC ആണോ? XC ആണ് വലുത്. സോ XC മൈനസ് XL ഓൾ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് cos phi-യുടെ വാല്യൂ കിട്ടില്ലേ? സോ root of R square എന്ന് പറയുമ്പോൾ 60 സ്ക്വയർ പ്ലസ് 150 മൈനസ് 70 എന്ന് പറയുമ്പോൾ 80 സ്ക്വയർ വരും. സോ ഇവിടെ നമുക്ക് Z-ന്റെ വാല്യൂ എത്ര വരും? 100 വരും. സോ പവർ ഫാക്ടറിന്റെ വാല്യൂ വിൽ ബി R/Z. R എത്രയാ? 60/Z 100 ആണ്. ഓരോ 0 കട്ട് ചെയ്താൽ 6/10 വരും. ഇവിടെ α/10 ആണ് പവർ ഫാക്ടർ എങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയാണെന്നല്ലേ ചോദ്യം? ആൽഫയുടെ വാല്യൂ എത്രയാ? 6 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ AC എന്നുള്ള ചാപ്റ്ററിൽ പവർ ഫാക്ടറിൽ നിന്ന് ഇംപെഡൻസ് കണ്ടുപിടിക്കുക, പവർ ഫാക്ടറിന്റെ ഇക്വേഷനിലേക്ക് ഇംപെഡൻസ് കണ്ടുപിടിക്കുന്ന ചോദ്യമാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന മോഡൽ. നമ്മൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത മോഡൽ ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.